ചില മനുഷ്യന്മാർക്ക് രോഗികളോട് പെരുമാറാൻ അറിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ലങ്സിൽ ക്യാൻസർ വന്നൊരു പേഷ്യന്റ്, ആളെ കാണാൻ ഒരു വിസിറ്റർ വന്നു. വിസിറ്റർ വന്നിട്ട് തിരികെ സംസാരിച്ച് ഒരു സിഗരറ്റൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് പറയതേ ഇന്നസെന്റിന് ക്യാൻസർ വന്നു, മാറി, ഏത് ധൈര്യത്തോടെ ആളത് ഫേസ് ചെയ്തത്, എന്നിട്ട് ആളൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ടോ? അതൊക്കെ വായിക്കുക, നല്ല ധൈര്യം കിട്ടും എന്ന് പറഞ്ഞു. ഈ പുകവലിയും ഈ പുസ്തകവും. ഇന്നസെന്റ് എന്ന് പറയുന്നത് വലിയൊരു നടനാ. ആൾക്ക് ചുറ്റിലും കെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഈ കിടക്കുന്ന പേഷ്യന്റിന് അങ്ങനെ ആവണമെന്നില്ല. അതേപോലെ തന്നെ ഈ ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു നടന് ചികിത്സിക്കാൻ ആവശ്യത്തിലേറെ പണം ഉണ്ടാവും. ഈ കിടക്കുന്ന ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഓരോ ദിവസം കിട്ടുന്ന പൈസ കൂട്ടി വെച്ചായിരിക്കാം ചികിത്സിക്കുന്നത്. അപ്പൊ ഈ കിടക്കുന്ന ആളുടെ മനസ്സിൽ എന്തുണ്ടാവും? ഈ അസുഖം വന്നതിന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ എങ്ങനെ വീട്ടുകാർ പൈസ സ്വരൂപിക്കും, എങ്ങനെ പൈസ കണ്ടെത്തും, ഞാൻ ഇവർക്കൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ള ചിന്തകളും ആ കിടക്കുന്ന ആൾക്ക് ഉണ്ടാവാം. അപ്പൊ ഈ ഇന്നസെന്റും ഈ കിടക്കുന്ന ആളും ഒരേപോലെയാണോ? രണ്ടും രണ്ട് വ്യത്യാസമുള്ള ആൾക്കാരല്ലേ? പിന്നെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഈ പറയുന്നത് പുക വലിച്ചുകൊണ്ടാകുന്നത് നമ്മൾ ഓർക്കണം. ഇതാ ഞാൻ പറഞ്ഞത്, ചില മനുഷ്യർക്ക് രോഗികളോട് പെരുമാറാൻ അറിയില്ല എന്ന്. ഇപ്പൊ ഒരാൾ മരിച്ചു, സൈക്കിൾ ചവിട്ടി പോകുമ്പോ വീണു, തല കല്ലും പിടിച്ചാണ് മരിച്ചത്. അപ്പൊ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് പറയോ, ഓ സൈക്കിളിൽ വീണിട്ടല്ലേ മരിച്ചത്, ദേ അപ്പുറത്തെ വീട്ടിലത്തെ ആള് ലോറി തട്ടിയാ മരിച്ചത് എന്ന് പോയി നമ്മൾ സമാധാനിപ്പിക്കുകയോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും ഒക്കെയാ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ദേ അവിടെ അങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പോയി സംസാരിക്കാൻ പാടില്ല.